ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ അരിയേക്കാൾ കൂടുതലായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 ഏലക്ക, 2 ഗ്രാമ്പ്, ഒരു കഷ്ണം പട്ടയും കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. വെള്ളം തിളച്ച് വന്നാൽ കഴുകി വെച്ചിട്ടുള്ള 1 കിലോ അരി ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അരി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. ശേഷം നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.